വെൽക്കം ബാക്ക് ടു കൽബിലെ പാട്ട്. അപ്പോൾ ഇന്നത്തെ കൽബിലെ പാട്ടിന്റെ എപ്പിസോഡ് നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പക്ഷേ ഇന്നത്തെ ഈ ഒരു പുതുപുത്തൻ എപ്പിസോഡ് എന്താ രഹ്നയുടെ അഭിപ്രായം ഇന്നത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. രഹ്നയുടെ എന്റെ സന്തോഷമല്ലല്ലോ വേണ്ട. അതെ അതെ, പ്രേക്ഷകരുടെ സന്തോഷമാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. സന്തോഷമാണെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം ഞങ്ങൾ പാടിയ പാട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു പുതുപുത്തൻ എപ്പിസോഡ് കൽബിലെ പാട്ടിന്റെ എന്തായാലും ഈ ഒരു പ്രേക്ഷകരുടെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് എന്നും നമുക്ക് കൽബിലെ പാട്ടിന് ആവശ്യം. നമ്മുടെ എനർജി എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. പക്ഷെ അവർ വെറുതെ സപ്പോർട്ട് തരത്തില്ല. നല്ലൊരു ഫാസ്റ്റ് നമ്പർ, അതായത് നമ്മൾ സ്റ്റേജിൽ ഫാസ്റ്റ് നമ്പർ സോങ് ഏത് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ആരുടെ പാട്ടാണ് സെലക്ട് ചെയ്യുന്നത് അറിയോ രഹ്ന? മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. സ്റ്റേജിൽ ഇപ്പൊ രഹ്ന പിന്നെ പാടാനായിട്ട് സ്റ്റേജിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തരുവാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ് രഹ്ന എടുത്ത് പാടാൻ ലിസ്റ്റ് തരുവാണെങ്കിൽ ആരുടെ പാട്ടായിരിക്കും നമ്മൾ ഫാസ്റ്റ് നമ്പർ ആയിട്ട് വരുമ്പോൾ? പീർ മുഹമ്മദ് എന്നൊരു ഗായകൻ, അതായത് പീർക്ക പാടിയ ഗാനങ്ങളാണ് എല്ലാ വേദികളിലും ഫാസ്റ്റ് മാപ്പിളപ്പാട്ടുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഗാനം നമുക്ക് ഇപ്പൊ പാടാം അല്ലേ? നമുക്ക് ഒരുമിച്ച് ഡ്യുവറ്റ് ആയിട്ട് ഒരു പാട്ട് പാടാം. ഓക്കെ. പടവാണ് മിഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പെണ്ണ് സൈനബാ ബീവി. പടവാണ് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി സൈനബാ ബീവി. പതറത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേലി. പതറത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേലി. കസവണിഞ്ഞ തെങ്ങിറാക്കൽ പൂക്കളായി വിരിഞ്ഞു, താരകങ്ങൾ മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. പടവാള് മിഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പെണ്ണ് സൈനബാ ബീവി. മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്, ചിത്തിര പൂത്താലിയുണ്ട്, മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്. കനകം വിളയുന്ന കൽവിൽ പൂത്ത് കതിരിട്ട മോഹങ്ങൾ ചേരും.
കൽവിൽ പൂത്ത് കതിരിട്ട മോഹങ്ങൾ ചേരി പിരിശമുള്ള മാരനിന്ന് നിന്റെ മുന്നിലെത്തി കാത്തിരുന്ന രാവിരുന്ന് പൂത്തിരിയും കത്തി പടവാള് വിരിയുള്ളോട് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി തേവി പെണ്ണ് സൈനബാ ബീവി. മൊഞ്ചത്തി ബീവി നടക്ക് നിന്റെ കഞ്ചകമാരന്റെ അടുത്ത് മൊഞ്ചത്തി ബീവി നടക്ക് നിന്റെ കഞ്ചകമാരന്റെ അടുത്ത് പഞ്ചവർണ്ണ കിളിയാളെ കൽവിൽ പഞ്ചാര പാലുതവയ്ക്ക് പഞ്ചവർണ്ണ കിളിയാളെ കൽവിൽ പഞ്ചാര പാലുതവയ്ക്ക് ശംസുദിച്ചൊളി പരത്തും മാന്തളി കവിളി സംശയിച്ച് ലജ്ജയോടെ മല്ലടിക്കും മാരൻ പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി തേവി പെണ്ണ് സൈനബാ ബീവി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി തേവി പെണ്ണ് സൈനബാ ബീവി. എന്തായാലും രഹന നന്നായിട്ട് പാടി ഈ പാട്ട് കേട്ടോ. താങ്ക് യു. തിരിച്ച് ഞാൻ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നുണ്ട് അതെ അതെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു ഗാനമാണ് ഇത്. സ്റ്റേജിലൊക്കെ നമുക്ക് പാടിക്കഴിഞ്ഞാണല്ലോ ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭയങ്കര അറിഞ്ഞിരുന്ന് പാടിയത്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരും അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും, നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഈ NTVയുടെ കൽബിലെ പാട്ടിന്റെ നല്ല പ്രേക്ഷകരാണ് നമുക്കുള്ളത്. അവരൊക്കെ നമ്മളെ സ്ഥിരം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ്. എന്തായാലും തുടർന്ന് ഇതുപോലുള്ള സപ്പോർട്ട് തുടർന്നോണ്ട് അപ്പോൾ ഈ പുതുപുത്തൻ ഒരു എപ്പിസോഡ് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.